ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാനേജറൽ റോൾസ് ബൈ മിൻസ്ബർഗ് എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമുക്കറിയാം, മാനേജർ എന്നൊരു ടേം നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്ന ഒരു ടേമാണ് അല്ലെ, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്. സോ എന്താ മാനേജർ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്? മാനേജർ എന്ന് പറയുന്നത്, മാനേജർ ഈസ് സമ്മൺ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഒരു സബ് ഗ്രൂപ്പ്. അതായത് ഒരു ഓർഗനൈസേഷന്റെയോ അതല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പിന്റെയോ ഇൻചാർജ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ മാനേജർ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോ ഈ മാനേജർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നോക്കുകയാണെങ്കിൽ അതോറിറ്റി ലെവലിനെ ബേസ് ചെയ്തിട്ട് ടോപ്പ് ലെവൽ മാനേജർ, മിഡിൽ ലെവൽ മാനേജർ, ലോവർ ലെവൽ മാനേജേഴ്സ്. അതുപോലെ ഇനിയിപ്പോ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, HR മാനേജർ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് വരും. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. അപ്പോ ഈ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ശരിക്കും ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അപ്പൊ എന്തൊക്കെ ഫംഗ്ഷൻസ്. ഇപ്പൊ നമ്മള് ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ഒരു ഓതറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മള് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഉണ്ടെന്ന്. സോ ആ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്, അങ്ങനെ ഡിഫറെന്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ ആ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരാളാണ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി വേറൊരു ഓതറാണ് ലൂതർ ഗുള്ളിക് എന്ന് പറയുന്നത്. സോ അദ്ദേഹം പോസ്റ്റ് കോബ് എന്നുള്ളൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്ലാനിങ്, എന്താ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡിറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, അതുപോലെ റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ഫംഗ്ഷൻസ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹെൻറി ഫയോൾ പറഞ്ഞ ഫംഗ്ഷൻസിനേക്കാളും കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ലൂതർ ഗുള്ളിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള ഡിഫറെന്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് മാനേജർ എന്നാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുക എന്നല്ലാതെ ആരും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർലി പറയുന്നില്ല ഇന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇന്ന റോൾസ് ആണ് മാനേജേഴ്സ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഹെൻറി മിൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് സ്കോളർ അദ്ദേഹം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തെച്ചാൽ ഡിഫറെന്റ് ഓർഗനൈസേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്തു. ഏകദേശം എന്താ പറയാ, പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു കൺസൾട്ടിങ് ഫേം ഉണ്ട്, സ്കൂള്, ടെക് ഫേം, കൺസ്യൂമർ ഗുഡ്സ് മാനുഫാക്ചർ, ഹോസ്പിറ്റൽ, അങ്ങനെ ഡിഫറെന്റ് ഫേംസ് അദ്ദേഹം എടുത്തിട്ട് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് അദ്ദേഹം മാനേജേഴ്സ് പെർഫോം ചെയ്യുന്ന ഡിഫറെന്റ് റോൾസ്, ഓക്കെ, ഇതിനു മുന്നേ മറ്റൊരു ഓതേഴ്സും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതായത് മാനേജർ എന്ന് പറയുമ്പോൾ ആ മാനേജർ പെർഫോം ചെയ്യുന്ന ഡിഫറെന്റ് റോൾസ് അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ റോൾസിനെ 10 കാറ്റഗറി ആയിട്ട് തിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ ഹി ഐഡന്റിഫൈ ദ 10 roles of a manager. These roles were published in his book Minsberg's on Management Inside Our Strange World of Organization in the year 1990. 1990 അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ബുക്കിന്റെ പേര് മിൻസ്ബർഗ് ഓൺ മാനേജ്മെന്റ് ഇൻസൈഡ് അവർ സ്ട്രേഞ്ച് വേൾഡ് ഓഫ് ഓർഗനൈസേഷൻ എന്നായിരുന്നു. സോ ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഈ കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മാനേജേഴ്സിന് ഏതൊരു ഓർഗനൈസേഷനും നമുക്കറിയാം മാനേജേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്ന ഡിഫറെന്റ് റോൾസിനെ നമുക്ക് 10 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 10 റോൾസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ റോൾസിന് എന്താ ചെയ്തെച്ചാൽ 10 റോൾസ് ടോട്ടൽ ഉണ്ട്. ഈ റോൾസിനെ അദ്ദേഹം 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു കാറ്റഗറീസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ റോൾ, സെക്കൻഡ് വൺ ഇൻഫർമേഷൻ റോൾ, ആൻഡ് തേർഡ് വൺ ഈസ് ഡിസിഷണൽ റോൾ. ഓക്കെ, അപ്പോൾ അദ്ദേഹം സ്റ്റഡി നടത്തിയതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയത് എന്താ വെച്ചാൽ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്ന ഡിഫറെന്റ് റോൾസ് ഉണ്ട്. അതിനെ നമുക്ക് 10 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ആ 10 ടൈപ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതിന് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷൻ റോൾ ആൻഡ് ഡിസിഷണൽ റോൾ. അപ്പൊ നമുക്ക് ഇത് ഓരോന്ന് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുമ്പോൾ ആർ ദോസ് റോൾസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റോൾസ്. അപ്പൊ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹ്യൂമൻ ബീങ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മാനേജേഴ്സ് പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഡിഫറെന്റ് റോൾസ് ഉണ്ട്. അപ്പൊ ആ റോൾസിനെ നമുക്കൊരു ഒറ്റ കാറ്റഗറി, അതായത് ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇനി സെക്കൻഡ് വൺ ആണ് അതുപോലെ ഹ്യൂമൻ ബീങ്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടർ ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇൻഫർമേഷനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അതായത് കളക്ടിങ് ഓഫ് ഇൻഫർമേഷൻ, അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അനലൈസിങ് ഓഫ് ഇൻഫർമേഷൻ, പിന്നെ അത് ഷെയർ ചെയ്യുന്നു വിത്ത് ദ ടീംമേറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന
ആ റോൾസ് ഉണ്ടല്ലോ, പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള റോൾസ്, അതിനെ രണ്ടാമതായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് ഇൻഫർമേഷണൽ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസിഷണൽ റോൾസ് ആണ്. അതായത് നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ, മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ആണ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ, മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുന്ന ഡിഫറെന്റ് സിറ്റുവേഷൻ, സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ മാനേജേഴ്സ് പല പല എന്താ പറയുക ടൈമിൽ പല പല ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്ന റോൾസിനെ ബേസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അതാണ് ഡിസിഷണൽ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹെൻറി മിൻസ്ബർഗ് മൂന്നായിട്ടാണ് റോൾസിനെ, മാനേജീരിയൽ റോൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്റർപേഴ്സണൽ റോള്, ഇൻഫർമേഷണൽ റോൾ, അതുപോലെ തന്നെയാണ് ഡിസിഷണൽ റോൾസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ കാറ്റഗറിയുടെ ഉള്ളിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് 10 മാനേജീരിയൽ റോൾസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ ഓരോ കാറ്റഗറിയുടെ താഴെ വരുന്ന റോൾസുകൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞ പോലെ ഇന്റർപേഴ്സണൽ റോൾ ഉണ്ടല്ലോ. ഇപ്പൊ ഇന്റർപേഴ്സണൽ റോളിന് കീഴിൽ വരുന്നത് 3 കാറ്റഗറിയാണ്. ഫിഗർ ഹെഡ് ഉണ്ട്, ലീഡർ ഉണ്ട്, ലിയാസൺ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇൻഫർമേഷണൽ റോൾ ഉണ്ട്. ഇൻഫർമേഷണൽ റോൾ എന്ന് ഇൻഫർമേഷനായിട്ട് ഡീൽ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് 3 റോൾസ് ആണ് പെർഫോം ചെയ്യുന്നത്, മോണിറ്റർ, ഡിസമിനേറ്റർ ആൻഡ് സ്പോക്ക് പേഴ്സൺ. ഇനി തേർഡ് കാറ്റഗറി ഡിസിഷണൽ റോൾസ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് 4 ടൈപ്പ് വരുന്നുണ്ട്, ഓൺട്രപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 3 6 4 10 റോൾസ് ആണ് മാനേജേഴ്സ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഹെൻറി മിൻസ്ബർഗ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഓരോ റോളിനെ പറ്റിയിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റർപേഴ്സണൽ റോൾ. അപ്പൊ ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റ് ഹ്യൂമൻ ബീങ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു മാനേജർ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഡിഫറെന്റ് റോൾസ്, അതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറയുന്നത്, ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പൊ ആ റോൾസ് ആണ് 3 ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഗർ ഹെഡ് ആണ്. അപ്പൊ എന്താ ഫിഗർ ഹെഡ് എന്ന് പറയുന്നത്? ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മാനേജർ എന്ന് പറയുന്നത് ഇപ്പൊ വളരെ റൂഡായിട്ടുള്ള, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മളോടൊന്നും നമ്മുടെ ഒപ്പീനിയൻ ഒന്നും കേൾക്കില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം അങ്ങോട്ട് പോയി തീരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളല്ല, നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളാണോ അതോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്, നമുക്ക് എന്ത് കാര്യങ്ങളും നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അതുപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെയുള്ളൊരു ലീഡർ ആണ് വിചാരിക്കുക. അപ്പൊ ഏതാ നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുക? രണ്ടാമത്തെ കാറ്റഗറി ആയിരിക്കും എന്തായാലും പ്രിഫർ ചെയ്യുക അല്ലെ. കാരണം രണ്ടാമത്തെ ആ ഒരു ആളെന്ന് പറയുന്നത്, ആ ഒരു മാനേജർ എന്ന് പറയുന്നത് ആള് ഭയങ്കര ഫ്രീ ആണ്. ഇപ്പൊ നമ്മുടെ ടീമിൽ ഒരു 10 പേരുണ്ടെങ്കിൽ നമ്മൾ 10 പേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്, നന്നായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെ, നല്ലൊരു ടീമാണ് നമ്മുടെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലീഡർ എന്ന് പറയുന്ന, നമ്മുടെ ടീമിന്റെ മാനേജർ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയായിട്ടും, ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനായിട്ടും നല്ല കമ്പനിയാണ്. എന്താ പറയുക, എന്ത് സജഷൻസ് വേണമെങ്കിലും എല്ലാവർക്കും പറയാം, അത് അദ്ദേഹം കേൾക്കും, നല്ല കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അത് കണക്കിലെടുക്കും, അങ്ങനെയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരാളെന്നെ ആയിരിക്കും കൂടുതൽ എപ്പോഴും എംപ്ലോയീസ് പ്രിഫർ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റോളാണ് ഫിഗർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് ദിസ് റോൾ എയിംസ് അറ്റ് ഇൻസ്പയറിംഗ് വർക്കേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് മേക്ക് ദ ഫീൽ കണക്റ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ഈച്ച് അതർ. Okay, the manager plays the role of a person who is available to help the workers and support them. അതായത് എംപ്ലോയീസിന് എപ്പോഴും തോന്നണം നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മാനേജർ. അതുപോലെ നമ്മൾ എന്താ പറയാ, നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും നമുക്ക് ഹെൽപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഒരു തോന്നല്, അങ്ങനെ ആയിരിക്കണം മാനേജർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് റോൾ, മാനേജർ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഫിഗർ ഹെഡ് ആണ്. ഓക്കെ, ആ മാനേജർ എന്ന് പറയുന്നത് എപ്പോഴും ആ ടീമിൽ വരുന്ന ആളുകളെ നന്നായി ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഫിഗർ ഹെഡ് എന്ന് പറയുന്ന റോൾ. സെക്കൻഡ് റോൾ എന്ന് പറയുന്നത് ലീഡർ ആണ്. ലീഡർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം ആ ടീമിൽ വരുന്ന, ഇപ്പൊ ഞാൻ ഒരു ടീമിന്റെ മാനേജർ ആണെങ്കിൽ എന്റെ ടീമിൽ വരുന്ന എംപ്ലോയീസിനെ, വരുന്ന എല്ലാ ടീംമേറ്റ്സിനായിട്ട് ഞാൻ എന്തായിരിക്കണം, നല്ല ഫ്രണ്ട്ലി. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ എന്നാൽ അതേ സമയം എന്തുമായിരിക്കണം, ലീഡർ എന്നുള്ള ഒരു റോള് ഉണ്ട്. ഓക്കെ, അതായത് ലീഡർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ലീഡർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നന്നായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മുടെ ടീംമേറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം. അവരെ നല്ല രീതിയിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ടീമിന് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എൻ്റെ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ടീമിനെ നമുക്ക് അവിടേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം, ഒരു മാനേജർക്ക് സാധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, പിന്നെ അതുപോലെ നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ ടീമിൽ വരുന്ന ആളുകളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ദ ലീഡർ
റിവാർഡ് ദ വർക്കർ ഫോർ ഫുൾഫില്ലിംഗ് ദ ടാസ്ക്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ഒക്കെ നമുക്ക് വർക്ക് അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ നമുക്ക് കിട്ടിയ വർക്കിന് നമ്മുടെ ടീംമേറ്റ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഇല്ലേ. അപ്പൊ അവരെ ഏൽപ്പിച്ച വർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, എന്താ പറയാ, അവർക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, നല്ല റിവാർഡ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാനേജർ പെർഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യേണ്ട ആ ഒരു റോളിനെയാണ് ലീഡർ എന്ന് പറയുന്ന റോള്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഫിഗർ ഹെഡ് പറഞ്ഞു, സെക്കൻഡ് വൺ ലീഡർ പറഞ്ഞു ഇന്റർപേഴ്സണൽ റോളില്. തേർഡ് വൺ ആണ് ലിയൈസൺ എന്ന് പറയുന്നത്. Here, the manager communicates with variety of people, both inside and outside the organization. This role is based on the communication skills of the manager. അതായത് ഒരു മാനേജർ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഒരുപാട് പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരു മാനേജർക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് റോൾ ഇസ് സിഗ്നിഫിക്കന്റ് ആസ് ഇറ്റ് എൻഹാൻസസ് സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദി ഫേം. അപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഒരു മാനേജർ. ഓക്കെ, അപ്പൊ ഈ ഒരു റോളിനെയാണ് ലിയൈസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർപേഴ്സണൽ റോളാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കാറ്റഗറി. അതിൽ 3 റോൾസ് വരുന്നുണ്ട്. ഫിഗർ ഹെഡ് ഉണ്ട്, ലീഡർ ഉണ്ട്, ലിയൈസൺ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഫർമേഷണൽ റോൾസ് ആണ്. ഇൻഫർമേഷണൽ റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ മാനേജർ എന്ത് ചെയ്യേണ്ടത്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം, എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്ക് കൊടുക്കണം, ടീംമേറ്റ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു റോൾ അതിനെ ബേസ് ചെയ്തിട്ട് 3 റോൾസ് വരുന്നുണ്ട്. മോണിറ്റർ ഉണ്ട്, ഡിസെമിനേറ്റർ ഉണ്ട്, സ്പോക്ക് പേഴ്സൺ ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മോണിറ്റർ എന്ന് പറയുന്നത്. The prime job of a manager is to monitor the situation. He administers as well as monitor the changes occurring in the environment and prepare well in advance. He also responds quickly to the changes. അതായത് ഒരു മാനേജർ എന്ന് പറയുമ്പോൾ എപ്പോഴും നന്നായിട്ട് മോണിറ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇന്റേണലി ആസ് വെൽ ആസ് എക്സ്റ്റേണലി മോണിറ്റർ ചെയ്യണം. എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്, ഇന്റേണലി എക്സ്റ്റേണലി എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം അല്ലെ. എന്നിട്ട് ക്വിക്ക്ലി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ക്വിക്ക്ലി ഡിസിഷൻസ് എടുക്കാൻ പറ്റണം, ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കണം ഒരു മാനേജർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോളാണ് മോണിറ്റർ എന്ന് പറയുന്ന റോള്. സെക്കൻഡ് വൺ ആണ് ഡിസെമിനേറ്റർ. ഡിസെമിനേറ്റർ എന്ന് പറയുമ്പോൾ ദിസ് റോൾ എനേബിൾസ് എ മാനേജർ ഇൻ ഷെയറിംഗ് ദി നോളജ് ആൻഡ് ഇൻഫർമേഷൻ വിത്ത് ഹിസ് ടീം. ഇപ്പൊ നമ്മൾ പറഞ്ഞു മോണിറ്റർ ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്ന വഴി ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ. ഇതിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ടീമിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ടീംമേറ്റ്സിലേക്ക് എത്തിക്കണം. അപ്പൊ ആ ഒരു റോളാണ് ഡിസെമിനേറ്റർ എന്ന് പറയുന്നത്. ഡിസെമിനേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഫ്രം എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ സോഴ്സസ് ആൻഡ് ഡിസെമിനേറ്റിംഗ് റെലവന്റ് ഇൻഫർമേഷൻ വിത്ത് ടീംമേറ്റ്. നമ്മൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ആസ് എ മാനേജർ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഇതിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ ടീംമേറ്റ്സിനെ അറിയിക്കണം എന്നുള്ളതാണ് ഡിസെമിനേറ്റർ എന്നുള്ള റോൾ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഡിസെമിനേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റോൾ എന്ന് പറയുന്നത് സ്പോക്ക് പേഴ്സൺ ആണ്. സ്പോക്ക് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദ മാനേജർ പ്ലേസ് എ റോൾ ഓഫ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹിസ് ടീം. ദ മാനേജർ സ്പീക്സ് അബൌട്ട് ദ അച്ചീവ്മെന്റ് ഓഫ് ദ ടീം ഓർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇറ്റ്. അതായത് ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ടീമിന്റെ അച്ചീവ്മെന്റ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ടീം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കാം, അത് നല്ല രീതിയിൽ പുറത്തുള്ള ആളുകളായിട്ട്, അത് ചിലപ്പോൾ നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കാം. ഓക്കെ, അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദ മാനേജർ ഈസ് നോട്ട് എ ഗുഡ് സ്പോക്ക് പേഴ്സൺ ദെൻ ദ ഔട്ട്സൈഡേഴ്സ് വിൽ നോട്ട് ബി ഏബിൾ ടു ലേൺ അബൌട്ട് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദ ടീം. അപ്പോൾ നല്ലൊരു സ്പോക്ക് പേഴ്സൺ അല്ലെങ്കിൽ ടീമിന് എത്ര അച്ചീവ്മെന്റ് ഉണ്ടായാലും അത് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് ടീമിനെ നല്ലൊരു ടീമായിട്ട് ആരും കണക്കാക്കില്ല അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഒരു മാനേജർ എന്നുള്ളത് നല്ലൊരു സ്പോക്ക് പേഴ്സൺ കൂടി ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ കാറ്റഗറി ആയ ഇൻഫർമേഷൻ റോളിന്റെ കീഴിൽ വരുന്ന 3 റോൾസ് ആണ്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ മോണിറ്റർ ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഡിസെമിനേറ്റർ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടീംമേറ്റ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ ഈ സ്പോക്ക് പേഴ്സൺ. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറി ആണ് ഡിസിഷണൽ റോൾസ് എന്ന് പറയുന്നത്. ഡിസിഷണൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റോളാണ് ഡിസിഷണൽ റോൾ എന്ന് പറയുന്നത്. സോ മാനേജർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് 4 റോൾസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. എപ്പോഴാ ഒരു മാനേജർ ഓൺട്രപ്രണർ എന്നുള്ള റോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക? അതായത് ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഉണ്ടാവുക.
ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും നടത്തുന്നതും ബിസിനസ് റൺ ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ അവിടെ മാനേജർ എന്നുള്ള റോളും പെർഫോം ചെയ്യുന്ന ആരായിരിക്കും? ആ ഓണർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ മാനേജർ എന്നുള്ളത് ഓൺട്രപ്രണറും ആവുന്നു. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ though he has various superiors, but often he had to make decisions on his own. This reflects the role of an entrepreneur, where he finds a solution to the problem quickly, take decision, constantly thinks about the new methods through which the team will move forward. Okay, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഓൺട്രപ്രണർ എന്നുള്ള ഒരു കേസിൽ മാനേജറും ഈ ഓൺട്രപ്രണർ ഈ ഒരു ഓണർ തന്നെയാണ്. അപ്പോൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നതും ആ ഒരാൾ തന്നെയാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് റോൾ എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ ആണ്. അതായത് ഇപ്പോൾ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു ആള് എന്നുള്ള രീതിയിൽ ഒരു മാനേജർ ടീമിന്റെ അകത്തും ടീമിന്റെ പുറത്തും ഒരുപാട് ഡിസ്റ്റർബൻസസ് അതല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് നമുക്ക് വേറൊരു ടേം ആയിട്ട് പറയാം, പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എപ്പോഴും സിറ്റുവേഷൻസ് പറയുന്നത് അൺസർട്ടൺ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. Okay, so this role enables a manager in getting the team returned to the track after the disturbances has occurred. ഡിസ്റ്റർബൻസ് ഉണ്ടായാലും നമ്മുടെ ടീമിനെ നമ്മൾ ആ ട്രാക്കിലൂടെ തന്നെ കൊണ്ടുപോകണം. ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, but this role focuses on resolving conflicts among the members or tackling any problem outside the business. It's an important role. Okay, പുറത്തുണ്ടാവാം പ്രശ്നങ്ങൾ, അകത്തുണ്ടാവാം, പക്ഷെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു റോള് മാനേജർ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയുന്നത്. അതായത് ആസ് എ റിസോഴ്സ് അലോക്കേറ്റർ ദ മാനേജർ ഈസ് ഇൻസ്പെക്ടഡ് ടു ഗെറ്റ് ദ വർക്ക് accomplished by managing and allocating resources judicially. അതായത് ചില സമയങ്ങളിൽ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യലും അത് അലോക്കേറ്റ് ചെയ്ത് കണ്ടെത്തലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടും വരും. ഇതെല്ലാം ചെയ്യേണ്ടത് മാനേജറായിട്ട് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് റിസോഴ്സ് അലോക്കേറ്റർ എന്നുള്ള റോള് മാനേജർ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് നല്ല രീതിയിൽ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഏതൊക്കെ റിസോഴ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതുമായിട്ട്, കാരണം അത് യൂസ് ചെയ്യേണ്ട ആളുകാർ തന്നെയാണ്, അത് കൺട്രോൾ ചെയ്യേണ്ട ആൾ മാനേജർ തന്നെയാണ്. അപ്പൊ അതിന് ശേഷം വരുന്ന പ്രോബ്ലംസ് എന്നുള്ളത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ റിസോഴ്സ് അലോക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാനേജറുടെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ കേട്ടോ. അപ്പൊ അതാണ് റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗോഷിയേറ്റർ ആണ്. Negotiations are central to any business. This is the final role of any manager. Negotiators do not take place only outside the organization, but within the team also. This role envisions bringing all the teammates to a common goal while catering to their individual goal. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഹെൻറി ഫയോളിന്റെ 40 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു പ്രിൻസിപ്പിൾ ആയിരുന്നു സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഓർഗനൈസേഷന്റെ ഗോളിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഗോൾസിന് അതിനും താഴെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒരു ടീം എന്ന നിലയിൽ മാനേജർ ആണെങ്കിലും അതുപോലെ തന്നെ ടീംമേറ്റ്സ് ആണെങ്കിലും ഇല്ലേ, ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അത് എന്താ പറയുക, ടീമിന്റെ ഉള്ളിലും മാത്രമല്ല കേട്ടോ പറയുന്നത്, ചിലപ്പോൾ പുറത്തും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചില കാര്യങ്ങളിൽ നെഗോസിയേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ആ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു മാനേജറുടെ ഡ്യൂട്ടി ആയിട്ട് വരും. അപ്പൊ ആ ഒരു സമയത്ത് മാനേജർ പെർഫോം ചെയ്യുന്ന റോളാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്ന റോള്. ഓക്കെ, അപ്പൊ ഈ 4 റോൾസ് വരുന്നത് ഡിസിഷണൽ റോൾസിന്റെ കീഴിലാണ്. ഓൺട്രപ്രണർ ഉണ്ട്, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ ഉണ്ട്, റിസോഴ്സ് അലോക്കേറ്റർ ഉണ്ട്, നെഗോഷിയേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസിഷണൽ റോൾസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞത് ഹെൻറി മിൻസ്ബർഗിന്റെ 10 മാനേജറിയൽ റോൾസിനെ പറ്റിയിട്ടാണ്. സോ ഒരു മാനേജർ ഓർഗനൈസേഷനുള്ളിൽ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഡിഫറെന്റ് റോളുകൾ. ഓക്കെ, അപ്പോൾ അദ്ദേഹം അതിനെ 10 റോൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 10 റോൾസ് എന്ന് പറയുമ്പോൾ 3 കാറ്റഗറിയാണ് വരുന്നത്. ഇന്റർപേഴ്സണൽ റോൾ ഉണ്ട്, ഇൻഫർമേഷണൽ റോൾ ഉണ്ട്, ഡിസിഷണൽ റോൾ ഉണ്ട്. ഇന്റർപേഴ്സണലിന്റെ കീഴിൽ ഫിഗർ ഹെഡ്, ലീഡർ, ലിയായിസൺ അങ്ങനെ 3 വരുന്നുണ്ട്. ഇൻഫർമേഷൻ റോളിന്റെ കീഴിൽ മോണിറ്റർ, ഡിസമിനേറ്റർ ആൻഡ് സ്പോക്ക് പേഴ്സൺ വരുന്നുണ്ട്. അതുപോലെ ഡിസിഷണൽ റോളിന്റെ കീഴിൽ ഓൺട്രപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്ക് വീഡിയോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.